ഹലോ സുഹൃത്തുക്കളെ, അമേരിക്കയിൽ അത്ഭുതകരമായി 50 വർഷം നഴ്സിംഗ് ജോലി പൂർത്തീകരിച്ച പത്തനാപുരം പുന്നല സ്വദേശി അന്നമ്മ എബ്രഹാം എന്ന കുഞ്ഞുമോളുമായി ഒരു അഭിമുഖ സംഭാഷണമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഹലോ കുഞ്ഞുമോളെ, നിങ്ങൾ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷം പൂർത്തീകരിക്കുന്നു? 1974 ഡിസംബർ 26 ഫിലഡൽഫിയയിൽ ആണോ നിങ്ങൾ ആദ്യം എത്തുന്നത്? അല്ല, ന്യൂയോർക്ക് എയർപോർട്ട്. ന്യൂയോർക്കിൽ നിന്ന് ഫിലഡൽഫിയയിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ന്യൂയോർക്കിൽ പലയിടത്തും അപേക്ഷകൾ അയച്ചു, ജോലിക്ക് ഒന്നും സാധ്യമായില്ല. അതിനാൽ ഫിലഡൽഫിയയിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു. ന്യൂയോർക്കിലേക്ക് വരുന്നത് നാട്ടിലെവിടെ നിന്ന്, ഇന്ത്യയിൽ എവിടെ നിന്നാണ് ന്യൂയോർക്കിലേക്ക് വരുന്നത്? ബോംബെ, ഫ്രം ബോംബെ ടു ന്യൂയോർക്ക്, ബോംബെ ടു ഫ്രാങ്ക്ഫർട്ട്, ഫ്രാങ്ക്ഫർട്ട് ടു ന്യൂയോർക്ക്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഫോർഡ്. അന്നത്തെ സാധനങ്ങളുടെയൊക്കെ ബ്രെഡ്, പാൽ എന്നിവയുടെയൊക്കെ റേറ്റുകൾ ഓർമ്മയുണ്ടോ? പാല് ഒരു ഗ്യാലന് 55 പൈസ, ബ്രെഡ് 45. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ അമേരിക്കയിലേക്ക് വരുന്നത്? അതെ, 1973 ഓഗസ്റ്റിലായിരുന്നു കല്യാണം. 74 ഡിസംബറിൽ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് നാട്ടിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്നോ? പഠിച്ചത് എവിടെയാണ്? നാഗ്പൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു, നാഗ്പൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു. അമേരിക്കയിലേക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്തത് ആരാണ്? എൻ്റെ സിസ്റ്ററിലോ ഏലിയാമ്മ മുത്തായി. ഇവിടെ വന്ന ഉടനെ ജോലി കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായോ? തീർച്ചയായിട്ടും അന്നിവിടെ ജോലി കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. കാരണം ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന നഴ്സസിന് ഇവിടെ വന്ന് സ്റ്റേറ്റ് ബോർഡ് എഴുതണമായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ബോർഡ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആക്കണം. അതിനുവേണ്ടി കുറേ പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം വന്ന് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. പരീക്ഷ എഴുതി വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ. ഇവിടെ ഭാഷാപരമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടും? അമേരിക്കൻ ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭാഷാപരമായിട്ട് അങ്ങനെ പ്രയാസം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തുകാർ പറയുന്നത് പോലെയുള്ള ഇംഗ്ലീഷ് നമുക്കറിയത്തില്ല, എന്നാലും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്ന് നിങ്ങൾ ചെയ്ത ജോലി എങ്ങനെയൊക്കെയുള്ളതായിരുന്നു? ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ജോലി ചെയ്തത് നേഴ്സ് സൈഡായിട്ടാണ്. ഞാൻ ഇന്ത്യയിലെ രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിലും ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് നേഴ്സ് സൈഡായിട്ട് ജോലി ചെയ്തു. $2 ഞാൻ ജോലി ചെയ്തത്. പിന്നെ നഴ്സിംഗ് ബോർഡ് എക്സാം എഴുതുന്നതിനായിട്ടൊക്കെ ഉള്ള അന്നത്തെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു? അതിനുവേണ്ടി ഒരുപാട് നമ്മുടെ പഠിച്ച സ്കൂളിലെ ട്രാൻസ്ക്രിപ്റ്റും എല്ലാം ഇവിടെ ബോർഡ് ഓഫ് നഴ്സിംഗിൽ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. അതിൻ്റെ പ്രോസസ്സൊക്കെ കുറച്ചെടുത്തു. പിന്നെ പരീക്ഷ എഴുതി പാസ്സായി. അങ്ങനെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി. ഒരു എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ? നേഴ്സിങ്ങിന് ഒരു എക്സാമേ ഉള്ളൂ. പക്ഷേ അന്ന് നഴ്സിംഗ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു. ഓരോ സബ്ജക്റ്റിനും 350 മാർക്ക് വീതം ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കണമായിരുന്നു. എല്ലാവർക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന നഴ്സസിനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സൈക്കാട്രി നമുക്ക് നാട്ടിലില്ല. അതിവിടെ വന്ന് നമ്മൾ കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിന് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ലൈസൻസ് കിട്ടാൻ ഒത്തിരി താമസമാണ്. അന്ന് ഈ 5 സബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയാമോ? അനാട്ടോമി, മെഡിസിൻ, സർജറി, OB/GYN ആൻഡ് പെഡിയാട്രിക് ആൻഡ് സൈക്കാട്രിക്. 6 ലൈസൻസ് എടുത്തതിന് ശേഷം ജോലി കിട്ടാൻ എളുപ്പമായിരുന്നോ? തീർച്ചയായിട്ടും. അന്ന് 6 ലൈസൻസ് കിട്ടിയവർക്ക് ഇഷ്ടം പോലെ RNസിന് ജോലി ഉണ്ടായിരുന്നു. കാരണം ആ സമയത്തൊന്നും വളരെയധികം രജിസ്റ്റേർഡ് നേഴ്സസ് ഇവിടെ ഇല്ലായിരുന്നു. RNസിന് ഒരുപാട് വേക്കൻസി ഉള്ള സമയമായിരുന്നു. ഏതൊക്കെ സ്ഥലം? ന്യൂയോർക്കിൽ നിന്ന് ഫിലഡൽഫിയയിലോട്ട് വരാൻ
പറ്റിയ സാഹചര്യം എന്തായിരുന്നു? ന്യൂയോർക്ക് ജോലി കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ന്യൂയോർക്കിൽ പലയിടത്തും ട്രൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെയാണ് ന്യൂയോർക്കിൽ നിന്ന് ഫിലഡൽഫിയയിൽ വരാൻ കാരണം. ആദ്യമായി അമേരിക്കയിൽ എത്തിയ ഒരു മലയാളി എന്ന രീതിയിൽ ന്യൂയോർക്കിൽ നിന്ന് ഫിലഡൽഫിയയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആ എക്സ്പീരിയൻസ് വളരെ പ്രയാസകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വന്നത് ഒരു ബസ്സിൽ കയറി എന്ന് ഇൻഫോം ചെയ്തു, ആ ബസ്സിലല്ല വന്നത്, വേറൊരു ബസ്സിലാണ് വന്നത്. അങ്ങനെ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായി. പക്ഷേ എനിവേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വരേണ്ട സ്ഥലത്ത് വരികയും പിന്നെ അവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ജോലി കിട്ടി. RN എക്സാം എഴുതി, അധികം എഴുതാതെ ദൈവം തമ്പുരാൻ RN പാസ്സായി. അങ്ങനെ ജോലി പ്രവേശിച്ചു. അന്നത്തെ കാലത്തെ താമസ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? അന്ന് മലയാളികൾ വളരെ കുറവുള്ള സമയമായിരുന്നു. ഞങ്ങൾ മിക്കവാറും പെണ്ണുങ്ങൾ വരുന്നതെല്ലാം തനിയായിരുന്നു. ഇവിടെ ഹസ്ബൻഡ്സൊക്കെ നാട്ടിൽ പിന്നെ ഇവിടെ വന്ന് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞായിരുന്നു അവരെ സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ തന്നെ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണെങ്കിലും വളരെ പ്രയാസമായിരുന്നു. ബസ്സും ട്രെയിനും ഒക്കെ എടുത്ത് രാത്രിയിൽ 3 to 11 ജോലിയൊക്കെ കഴിഞ്ഞ് 2 ബ്ലോക്കൊക്കെ നടന്ന് സബ്വേ എടുത്ത് ബസ്സും എടുത്ത് വീട്ടിൽ വരികയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയമാണ്. നിങ്ങളുടെ വിവാഹം, ഭർത്താവ്, കുഞ്ഞുങ്ങളുണ്ടായ സാഹചര്യം, ഇതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. എൻ്റെ വിവാഹം 1973 ഓഗസ്റ്റ് 9-നായിരുന്നു. എനിക്കൊരു മോനുണ്ടായി 1974 മെയ് 1. ഞാൻ 1974 ഡിസംബറിലൂടെ വന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും മറ്റുണ്ടായ വിഷമങ്ങള്, പ്രയാസങ്ങള്? ഇവിടെ വളരെ പ്രയാസമായിരുന്നു പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേർക്ക് ബേബി സിറ്റിങ്ങിനും ഒക്കെ. ആ കാലത്തൊക്കെ വളരെ പ്രയാസമായിരുന്നു. കാരണം നമ്മുടെ വേറെ ഫാമിലിയിൽ നിന്നുള്ള ആരും ഇവിടെ ഇല്ല. പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫുള്ള ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിള്ളേരെ ബേബി സിറ്റിങ്ങിന് കൊടുത്താൽ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകും. ഒരാൾ ഈവനിങ് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ മോർണിംഗ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പിള്ളേരെ പിന്നെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടേച്ച് ഹസ്ബൻഡ് ജോലിക്ക് പോകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ 3 to 11 ജോലി ചെയ്യും, അല്ലെങ്കിൽ നൈറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടം, ഒത്തിരി പ്രയാസമായിരുന്നു പിള്ളേരെ വളർത്താനും എല്ലാം. എത്ര മണിക്കൂർ ജോലി ചെയ്യണമായിരുന്നു? ഓവർ ടൈം എങ്ങനെയായിരുന്നു? ജോലിയിൽ എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ? 8 മണിക്കൂർ ജോലി ചെയ്യണം. ചിലയിടത്ത് 10 മണിക്കൂർ ഷിഫ്റ്റാണ്. 8 മണിക്കൂർ ജോലി ചെയ്യുന്നിടത്ത് ചിലപ്പം നമ്മുടെ കാര്യങ്ങളൊന്നും $2 കൊണ്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഒരിടത്ത് ജോലി കഴിഞ്ഞ് വെച്ച് വേറൊരിടത്തോട്ട് ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണ്ട. അപ്പാർട്ട്മെൻറ്റിന് പേ ചെയ്യണം, ഫുഡ് വാങ്ങിക്കണം, അങ്ങനെ നാട്ടിലയക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 50 വർഷം ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു അമേരിക്കയിൽ? ഞാൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നിടത്ത് ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ആദ്യം കയറി. അത് കഴിഞ്ഞ് GN ആയിട്ട് മെഡിസിനൊക്കെ കൊടുക്കാൻ എന്നെ പ്രൊമോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 1975 ഞാൻ ആദ്യമായിട്ട് RN എക്സാം ഒരു പ്രാവശ്യം എഴുതി. 77 എനിക്ക് കംപ്ലീറ്റ്ലി RN ലൈസൻസും കിട്ടി. അപ്പോൾ ഞാൻ RN-ആയിട്ടാണ് സെൻറ്റ് ജോസഫിൽ 15 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെമ്പിളിൽ കുറേ നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സിറ്റിയിൽ ജോലി ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ 35 വർഷത്തോളം രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്തു. ഭർത്താവിന്റെ നാട്ടിൽ ഇവിടെ വരാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത്? ഇവിടെ വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? ഭർത്താവ് 1976 ഏപ്രിലിൽ ഇവിടെ വന്നു. ഇവിടെ വന്ന് 2 വർഷം എക്സ്റേ ടെക്നീഷ്യനായിട്ട് പഠിച്ചു. അങ്ങനെ എക്സ്റേ റേഡിയോളജി ആയിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 78 നാട്ടിൽ പോയി മോനെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഹസ്ബൻഡിനും ജോലിയായി, ഞങ്ങൾക്കും ജോലിയായി. അങ്ങനെ ഞങ്ങൾ വീടുമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ താമസിച്ചു. അന്നത്തെ കാലത്ത് പ്രാർത്ഥനയ്ക്കും പള്ളിയിലൊക്കെ പോകാനുള്ള ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ അന്ന് ഇവിടെ വന്നപ്പം ഇവിടെ പിന്നെ
അങ്ങനെ ഒരു പള്ളിയായിട്ടൊന്നും ഇല്ലായിരുന്നു. പല പല ഡിനോമിനേഷനുള്ളവർ എവിടെയെങ്കിലും ഓരോ സൺഡേയിൽ എവിടെയെങ്കിലും കൂടുക, ഏത് അച്ഛനാണ് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. 1976 പിന്നെ ഒരു കോൺഗ്രിഗേഷനായിട്ട് മർത്തമ്മക്കാർക്കൊരു പള്ളി വർഷിപ്പ് പ്ലേസ് ഉണ്ടായി. അങ്ങനെ ആണിവിടെ ആദ്യമായിട്ട് ഇത് മർത്തമ്മ കോൺഗ്രിഗേഷൻ ഉണ്ടായി. ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് നാട്ടിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നാട്ടിൽ എൻ്റെ വീട്ടിലെ എൻ്റെ സിസ്റ്റർ, എനിക്ക് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ്. അവരെ എല്ലാവരെയും അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നു, അവരെ സെറ്റിൽ ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും അനിയന്മാരെയും എല്ലാവരെയും കൊണ്ടുവന്നു, അവരും സെറ്റിൽ ചെയ്തു. ഇവിടെ വന്നതിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കും. അമേരിക്കയിൽ കാർ വാങ്ങിക്കാന്, വീട് വയ്ക്കാന്, ഫോൺ സൗകര്യം ഉണ്ടാകുന്നതിന് ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുകയുണ്ടായി? ഞങ്ങൾ ആദ്യമായിട്ട് കാർ വാങ്ങിച്ചത് 1978 എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്റ്റഡി കഴിഞ്ഞ് 76 കഴിഞ്ഞ് 78 എക്സ്റേ കംപ്ലീറ്റ് ആയി. 78 ഞങ്ങൾ കാർ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 79 വീട് വാങ്ങിച്ചു. ഫോൺ വാങ്ങിക്കുന്നതിന് ലാൻഡ് ഫോണാണോ മൊബൈൽ ഫോണാണോ? മൊബൈൽ ഫോണൊന്നും അന്ന് അത്രയും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഒരാൾക്ക് ഫോണുണ്ടായിരുന്നു, എനിക്കന്ന് ഫോണുമില്ല. നാട്ടിലുള്ള മറ്റ് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണോ? ഫോണിൽ കൂടെ ആയിരുന്നു, പക്ഷെ വളരെ എന്നും ഫ്രീക്വൻ്റ്ലി ആയിട്ടൊന്നും അങ്ങനെ ഫോണൊന്നും ചെയ്തിട്ടില്ല. വല്ലപ്പോഴും ഒക്കെ പിന്നെ എഴുതുമായിരുന്നു. അന്ന് ഇവിടെ മലയാളി കടകളും ഇന്ത്യൻ കടകളും ഗ്രോസറി സ്റ്റോർ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ വളരെ കുറച്ച് ഇന്ത്യൻ സ്റ്റോറുകൾ മാത്രമേ ഉള്ളായിരുന്നു. 1-2 ഇന്ത്യൻ സ്റ്റോർ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി സ്റ്റോറുകളൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പോലുള്ള ഒരു അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോഴായിരുന്നു ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അന്ന് ഇവിടെ ഒന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് പണ്ടത്തെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സാധനങ്ങൾ ലഭിക്കാനും ആൾക്കാർക്ക് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും പേരൻസിനെയും എല്ലാവരെയും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പണ്ടത്തേലും ഒത്തിരി മെച്ചമാണ്. മെഡിക്കൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എന്ത് പറയാനുണ്ട്? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അത് നമ്മൾ കുറച്ച് പേ ചെയ്യണം. പിന്നെ ഇൻഷുറൻസ് അത് നമ്മൾ പൈസ കൊടുത്തെടുക്കുന്നതനുസരിച്ചിരിക്കും. പെൻഷൻ ആനുകൂല്യങ്ങളെ പറ്റി എന്തെങ്കിലും പറയാം? പെൻഷൻ എല്ലായിടത്തും ഒന്നും പെൻഷൻ കിട്ടത്തില്ല. പെൻഷൻ കിട്ടുന്നിടത്ത് നമ്മൾ ജോലി ചെയ്താൽ നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ പെൻഷൻ. നമ്മൾ എത്ര വർഷം സർവീസ് ചെയ്യണം പെൻഷൻ കിട്ടാൻ വേണ്ടി? അത് ഡിഫറൻറ്റ് പ്ലേസിൽ ഡിഫറൻ്റ് ആകട്ടെ. ഞാൻ സിറ്റി ചെയ്യുമ്പോൾ 10 വർഷം കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ എലിജിബിൾ ആകത്തുള്ളൂ. ചിലയിടത്ത് 5 വർഷം ചെയ്താൽ എലിജിബിൾ ആകും. പക്ഷെ ഞാൻ ചെയ്തെടുത്ത് 10 വർഷം ചെയ്തെങ്കിൽ എലിജിബിൾ ആകും. മെഡിക്കെയർ, മെഡിക്കെയ്ഡ് തുടങ്ങിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ടായി. മെഡിക്കെയ്ഡ് ഞങ്ങൾക്ക് കിട്ടത്തില്ല. 2 പേർക്ക് ജോലിയുണ്ട്. ഇൻകം അനുസരിച്ചാണ് മെഡിക്കെയ്ഡ് കിട്ടുന്നത്. നമുക്ക് വീടും ഇതും എല്ലാം ഉണ്ടോണ്ട് നമുക്ക് മെഡിക്കെയ്ഡ് എലിജിബിൾ അല്ല. മെഡിക്കെയർ കിട്ടണമെങ്കിൽ നമുക്ക് 65 ഇയേഴ്സ് അല്ലെങ്കിൽ 66 ഇയേഴ്സ് ആയെങ്കിലും മെഡിക്കെയർ കിട്ടും. ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് ശാരീരികമായി എന്തെങ്കിലും അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാം? ഇപ്പം ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അസുഖമൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യ സഹജമല്ല. 1970s നഴ്സിംഗ് ജോലിയിൽ കിട്ടുന്ന സാലറി റേറ്റിനെ കുറിച്ച് വിശദീകരിക്കാമോ? ഞാൻ നേഴ്സസ് സൈഡായിട്ട് 75 ചെയ്തപ്പോൾ $2 കിട്ടിക്കൊണ്ടിരുന്നത് ഒരു മണിക്കൂർ. ഞാൻ 77 6-നായി ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് $6. റിട്ടയർ ചെയ്തപ്പോഴോ? ഏത് വർഷമാണ് റിട്ടയർ ചെയ്തത്? 2016. അന്നത്തെ സാലറി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിറ്റിയിൽ പൊതുവെ സാലറി കുറവാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ റിട്ടയർ ആയപ്പം
40,000 45,000 ഇയർ സംതിങ്. അവർലി റേറ്റ് hourly income. അത് കമ്പയർ ടു അതർ ഹോസ്പിറ്റൽസ് ഇറ്റ് ഈസ് വെരി ലെസ്. കുടുംബജീവിതം സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? കുടുംബജീവിതം സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് 2 മക്കളായിരുന്നു. ഒരാൾ 2-3 വർഷം മുമ്പ് മരിച്ചു. ഇത്രയും നാളിലൂടെ ജോലി ചെയ്ത് സംതൃപ്തി ഉണ്ടോ? തീർച്ചയായിട്ടും സംതൃപ്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംതൃപ്തിയുണ്ട്. കുറച്ചുകൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൈ വയ്യാത്ത ഞാനൊന്ന് വീണ് കൈ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ റിട്ടയർ ആയത്. 50 വർഷം അമേരിക്കയിൽ ജീവിച്ച വ്യക്തി എന്ന നിലയിൽ ഇന്ന് അമേരിക്കയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകളോടുള്ള ഉപദേശം എന്താണ്? ഇന്ന് അമേരിക്കയിൽ വരുന്ന ആളുകൾക്ക് എൻ്റെ 100-1 പ്രശ്നങ്ങൾ കാണുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ ഞങ്ങൾ അന്ന് വന്നതിനേക്കാട്ടിലും ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. ഫാമിലിയുണ്ട്, പിന്നെ ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ കാറുണ്ട്. ഓരോ വീട്ടിൽ 2-3 കാറുകളുണ്ട്. സെൽഫോൺ പിന്നെ അതുപോലെ പണ്ടത്തെ പോലല്ല, എല്ലാം അവൈലബിൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം വരുന്നവർക്ക് ഞാൻ നോക്കിയിട്ട് വളരെ സുഖം. ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ സഹിച്ച പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നടന്നു പോവുകയും രാത്രിയിൽ സഭയെ കയറുകയും ബസ്സിൽ പോകുക പേടിയാണ്. നമുക്ക് ആരുമായിട്ടും വലിയ ഇതൊന്നും ഇല്ല. അപ്പം പിന്നെ ഓട്ടമാണ്. എവിടെയെങ്കിലും ഒരു വെട്ടം കാണുന്നിടം വരെ ഓടും. അങ്ങനെയൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അത് മലയാളീസ് ഒന്നും ഇല്ലാത്ത അന്നത്തെ സാഹചര്യത്തിൽ മക്കളെ കലാപരമായിട്ട് വളർത്താനായിട്ട് എന്തൊക്കെ എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്? മക്കളെ കലാപരമായിട്ട് അവർ മ്യൂസിക്കൊക്കെ പഠിക്കാൻ പോയി. അവരെ ക്രിസ്ത്യൻ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. അവർക്ക് നല്ല അടിസ്ഥാനം കൊടുത്തു. ഞങ്ങൾ ഇത്തിരി സഫർ ചെയ്തെന്ന് പറഞ്ഞാലും പിള്ളേരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി ഒരുപാട് ഞങ്ങളാൽ കഴിയുന്നത് പരിശ്രമിച്ചു. ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി എന്തെങ്കിലും കമന്റ് ചെയ്യാറുണ്ടോ? അങ്ങനൊന്നും കമന്റ് എനിക്കില്ല. ഇവിടുത്തെ വിവിധ ജാതി വർണ്ണങ്ങൾ സംബന്ധിച്ച ആളുകളെ അങ്ങനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും പറയാനൊക്കെ സാമൂഹ്യ ജീവിതത്തെ പറ്റി എന്തെങ്കിലും നമുക്ക് ദൈവം സൃഷ്ടിച്ച നമ്മൾ ജാതി മതവും അങ്ങനെയൊന്നും നമുക്കില്ല. എല്ലാവരും ദൈവം സൃഷ്ടിച്ചവർ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അങ്ങനെ എനിക്കതിൽ ഒന്നും പറയാനില്ല. അമേരിക്കയിൽ ഇപ്പോൾ 50 ഇയേഴ്സ് ആകുമ്പോൾ 2nd ജനറേഷനും 3rd ജനറേഷനും കാണുവാൻ കഴിയുമ്പോൾ എന്താണ് ഫ്യൂച്ചർ ജനറേഷനുള്ള മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെയുള്ള ഉപദേശങ്ങൾ? മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഫർ ചെയ്ത് എൻ്റെ 10-1 സഫർ ചെയ്തിട്ടില്ല. അവർക്ക് ആർക്കൊന്നും കൊടുക്കണ്ട. വാട്ട് ദേ മേക്ക് ദേ യൂസ് ഇറ്റ്. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് 2 ഫാമിലീസിലും പിന്നെ റിലേറ്റീവ്സിനും എല്ലാം സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നതിനും ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ തുനിയണമെന്നാണ് ഞാൻ പറയുന്നത്. പാവങ്ങളെ സഹായിക്കുക, നമ്മളാൽ കഴിയുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പിള്ളേർക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് സെൽഫിഷ് ഒരിക്കലും ആകരുത്. നമ്മളെപ്പോലെ ബ്ലെസ്സിങ് ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അതനുസരിച്ച് നമ്മളാൽ കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പൊതുവെ നോക്കുമ്പോൾ കുഞ്ഞുമോളുടെ ജീവിതം അമേരിക്കയിൽ സമൂഹത്തിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബജീവിതം സഹായിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ജീവിതം സഹായിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും മാതൃകാപരമായ ജീവിതമായിരുന്നു. ദൈവകാരുണ്യത്തിൽ 50 വർഷം ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. ഒരു സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞു. തൻ്റെ സർവീസ് ഈ നാടിനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈ ഇന്റർവ്യൂവിന് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.